നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ഒക്കെ ദാ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം അല്ലെ. അപ്പൊ ഓവർ ടു ദ ഫസ്റ്റ് കണ്ടസ്റ്റന്റ്. ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലിനി നെടുവീർപ്പു പോലും ആസസ്മിത മാനിദ്രയെ തുടല്ലേ ചിരകാർന്നു നീന്തുമാ സ്വപ്നങ്ങളിലെ മൗനവും ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലിനി. ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലിനി. ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലിനി നെടുവീർപ്പു പോലും ആസസ്മിത മാനിദ്രയെ തുടല്ലേ ചിരകാർന്നു നീന്തുമാ സ്വപ്നങ്ങളിലെ മൗനവും ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലിനി. അങ്ങനെ നമ്മുടെ പാട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തു. സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഞാൻ സൗമ്യ മനോജ് വർമ്മ. അമ്പോ ഓക്കെ. കണ്ണൂർ ചിറക്കലാണ്. കണ്ണൂരാണ്, അതാണ് ആ പേര് പറഞ്ഞപ്പോൾ ഒരു പവർ. എന്താ ചെയ്യുന്ന ജോലി? ജോലി അത്യാവശ്യം
സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ട്. സൗമ്യ പാട്ടാണോ പഠിപ്പിക്കുന്നത്? സംഗീതം ഞാൻ ചെറിയ കുട്ടികളെ ശരി. എവിടെയാ പഠിച്ചത്? ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി MA മ്യൂസിക് അല്ലേ? ഓക്കെ. അപ്പൊ ഈ പാടിയതിന്റെ രാഗം ഒന്ന് പറഞ്ഞേ. കർണരഞ്ജിനി. അതിന്റെ ഏതെങ്കിലും പാട്ടറിയാവോ അതില്? അറിയില്ല. അങ്ങനെ 2-3 പാട്ടുണ്ട്. ഞാൻ ഒരു അഷ്ടപതിയൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട് പണ്ട്. അത് ശരി. അതെ അതെ അതെ. നിന്ദതി ചന്ദനം ഇന്ദു കിരണം അനുവിന്ദതി ഖേദമതീരം വ്യാളനിലയ മിളനേല കരളമിവ കലയതീ മലയ സമീരം സാവിരഹേ തവദീനാ കൃഷ്ണ സാവിരഹേ തവദീനാ സാവിരഹേ തവദീന. ഹായ്. കൺഗ്രാറ്റ്സ്. എന്താ ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്താ സൗമ്യ? ഈ പാട്ട് എന്റെ മോനെ ഉറക്കാനായിട്ട് അല്ലേ? അല്ല, അവനെ ഇങ്ങനെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പാട്ടാണ്. പിന്നെ അമ്മ എന്ന് പറയുമ്പോ പറഞ്ഞ പോലെ കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലുണ്ട് താനും. പിന്നെ എന്റെ മോൻ എനിക്ക് ഉണ്ടായതും അങ്ങനെ ഒരു കുറേ വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്റെ മോൻ ഉണ്ടായത്. 10 വർഷത്തെ ഞാൻ പറയും കാത്തിരിപ്പിന് ശേഷം 10 വർഷത്തെ തപസ്സാണ് എനിക്ക് എന്റെ മോന്. അത് അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. എന്റെ മോന് 11 വർഷം കഴിഞ്ഞിട്ടാ. അപ്പൊ ഞാൻ എപ്പോഴും പറയും 10 വർഷത്തെ തപസ്സാണ് എനിക്ക് എന്റെ മോനെ കിട്ടിയത്. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. സൗമ്യയുടെ പാട്ടില് പല്ലവി പല്ലവി പാടുമ്പോൾ ഫീലൊക്കെ ഉണ്ട്. അത് ഇഷ്ടപ്പെട്ട് പാടുന്നൊരു പാട്ടായതുകൊണ്ട് അതിന്റെ ലിറിക്കൽ ഫോർമാറ്റും അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അനുപല്ലവി ചരണമൊക്കെ വരുമ്പോഴേ വല്ലാണ്ട് നോട്ട്സ് ഇങ്ങനെ അതിൽ നിന്ന് കുറച്ചും കൂടി ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സോങ്, വളരെ സിമ്പിൾ സോങ്. അത് ആ ലിറിക്ക് ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞാൽ അതിൽ ഭാവമുണ്ട്. ആ രാഗത്തിൽ ആ പാട്ടുണ്ട്. സൗമ്യക്ക് ഇനി നന്നായിട്ട് പാടാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം പാട്ടിനോടുള്ള പാഷൻ ഉണ്ട്, പഠിപ്പിക്കുന്ന ആളാണ്. നന്നായിട്ട് പാടിയിരുന്നു സത്യം പറഞ്ഞാൽ. ശബ്ദത്തിന് എന്തോ ഒരു ശബ്ദത്തിന് ഇപ്പൊ കുറച്ചായിട്ട് പ്രശ്നം. മോന് നല്ല പനിയായിരുന്നു. അപ്പൊ അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. അപ്പൊ അങ്ങനെ അവന്റെ കൂടെ ഉറങ്ങാതെ ഇരുന്ന് അങ്ങനെ ഒരു ടെൻഷൻ ഇത്രയും ദിവസം. ഇന്നലെ വരെ അവൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇന്നലെ ഒന്നാണ് ഞാനൊന്ന് മൈൻഡ് ഒന്ന് ഫ്രീ ആയ. അച്ഛൻ പാട്ട് പാടുവോ? എന്റെ അച്ഛൻ നല്ല പാട്ട് പാടുമായിരുന്നു. അതിനും കുറെ ആലോചിച്ചല്ലോ. ഇല്ല അതായത് എന്റെ അച്ഛനെ ഞാൻ ഗന്ധർവൻ എന്നാണ് ഞാൻ വിളിക്കല്. ഭയങ്കരമായിട്ട് പാടും. അച്ഛൻ വന്നിട്ടുണ്ടോ? ഇല്ല, അച്ഛൻ ഇല്ല. ഇപ്പം 3 വർഷമായി. ഞാൻ എപ്പോഴും പറയും അത് എന്റെ മോനുണ്ടായത് അച്ഛൻ്റെ മരിച്ചിട്ട് ആ സമയത്താണ് അറിഞ്ഞത്. അപ്പൊ അച്ഛന്റെ കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറയൂ എന്റെ അച്ഛന്റെ പ്രാണൻ എനിക്ക് തന്നിട്ടാണ് അച്ഛൻ പോയതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ വിശ്വസിക്കല, അതൊരു വല്ലാത്ത ഫീലാണ്. 10 വർഷം കാത്തിരുന്നിട്ടും കിട്ടിയില്ല. പക്ഷെ അച്ഛൻ പോയി ഈ കുഞ്ഞിനെ നൽകാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് സങ്കടപ്പെടാനും പറ്റില്ല, സന്തോഷിക്കാനും പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണത്. പക്ഷെ അതുകൊണ്ടൊരു മെച്ചം കിട്ടി. അച്ഛൻ ഇപ്പോഴും കൂടെയുണ്ട്. ഒരു വീഡിയോ നമുക്ക് കാണാം. മോന് വേണ്ടിയിട്ടും ചേച്ചിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. വീഡിയോ ഞാൻ പറയും അച്ഛന്റെ പ്രാണൻ എനിക്ക് തന്നിട്ടാണ് അച്ഛൻ പോയത്. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ
ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക് നീ പിടഞ്ഞാൽ എന്നുയിർ ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. വിഷമിക്കരുത് കേട്ടോ, സന്തോഷിക്കാൻ എന്റെ വേണ്ടി അച്ഛൻ കാണുന്നുണ്ടാവും. ഞാൻ ഇതുവരെ ഇത്രയും വലിയൊരു വേദിയിൽ ഒരു കോമ്പറ്റീഷനിൽ പാടിയിട്ടില്ല. അച്ഛൻ്റെ മോളെ പാട്ട് എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര എൻ്റെ മോളെ പാട്ട് അങ്ങനെ പറയും. അച്ഛൻ പറയൂ തന്നെ ചെയ്യും. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഇത്. അപ്പം അച്ഛൻ്റെ ആഗ്രഹമായിരിക്കാം. തീർച്ചയായിട്ടും അച്ഛൻ ഇപ്പൊ ഇത് കണ്ട് എന്തായാലും സന്തോഷിക്കുന്നുണ്ടാവും. അച്ഛൻ നമ്മളെ ഒന്നും വിട്ടു പോയിട്ടില്ല. അച്ഛന്റെ പ്രസൻസ് ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഇപ്പൊ മകനായിട്ടൊപ്പം ഉണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു അച്ഛൻ ഒരിക്കലും മോള് വിഷമിക്കുന്നത് കാണണം എന്ന് അച്ഛൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. ഞാൻ കരയുന്നതേ അച്ഛന് ഇഷ്ടമല്ല. അപ്പൊ കരയരുത്. ഇപ്പൊ സൗമ്യ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഈ വേദിയിൽ എത്തിയത്. അപ്പൊ ഈ വേദിയിൽ വെച്ച് ഇതൊക്കെ ഓർത്ത് വിഷമിച്ച ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അച്ഛനായിരിക്കും. അച്ഛനായിരിക്കും. ഇതൊക്കെ അമ്മ വന്നിട്ടുണ്ടോ? അമ്മ, നമുക്ക് അമ്മയെ ഒന്ന് വിളിക്കാം. നമുക്ക് അമ്മയെ ഒന്ന് പരിചയപ്പെടാം അല്ലെ. അമ്മയുടെ പേരെന്താ? ശോഭന. ശോഭന. ആഹാ, ഓക്കെ. സിനിമ നടിയുടെ പേരൊക്കെയാണ്. എന്താ മകൾക്ക് സൗന്ദര്യം കിട്ടിയത് എവിടെന്നാ? അമ്മയുടെ അടുത്തുനിന്നാ. സുന്ദരി അമ്മ അല്ലേ? സന്തോഷായോ മോള് ഇത്രയും വലിയൊരു വേദിയിൽ പാടിയപ്പോ? സൗമ്യയുടെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വേദിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത്? എപ്പോഴും ഉണ്ട്. ഇനി നമുക്ക് ജഡ്ജസിന്റെ ജഡ്ജ്മെന്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്താണ് അവരുടെ തീരുമാനം നമുക്ക് അറിയണം. അപ്പൊ ബിന്നി ചേച്ചിയാണ് പറയുന്നത് അല്ലേ? അതെ. സൗമ്യകുട്ടി, ഞങ്ങള് തീരുമാനം എന്താന്ന് വെച്ചാൽ ഇപ്പത്തേക്ക് നമ്മള് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് വച്ചിരിക്കുകയാണ് മോളെ. നിങ്ങൾ ഔട്ട് അങ്ങനെയൊന്നുമല്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ഇപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഫൈനൽ ഇനിയും കുറച്ച് പേര് പാടാനുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്തായിരിക്കും ഫൈനൽ ഡിസിഷൻ അറിയത്തില്ല. അപ്പൊ നമുക്ക് കാണാം. നമുക്ക് ഇനിയും അവസരമുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ ഇനിയുള്ള കാര്യമില്ല. വാവ ഉണ്ടോ? വാവ വിളിച്ചോളൂ. വാവ എവിടെ? വലിയ വാവയുണ്ട്. അമ്മയും കടന്നോളൂ, അമ്മയും വരൂ. ഹലോ, അവൻ അവിടേക്ക് നോക്കണം. അവിടെ കൊറേ സുന്ദരിമാര് അവൻ അങ്ങോട്ട് നോക്കണം. അവരെ എല്ലാരും അറിയാലോ. കുറച്ച് ദിവസം അതാണ്. എന്താണ് മോന്റെ പേരെന്താ? ഫ്ലൈയിങ് കിസ് ഒക്കെ. എനിക്കൊരു ഫ്ലൈയിങ് കിസ് തരുമോ? ചേച്ചിക്ക് ഒരു ഫ്ലൈയിങ് കിസ് തരുമോ? ഡാൻസ് മൂഡാണ്. ഓ, ഡാൻസ് ആണോ അത്? ഡൈനോസർ ആണ് അവൻ. ഓ, ഡൈനോസർ. ഇത് ഒരു നിമിത്തമാണ് കേട്ടോ. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയാൽ എവിടെയോ അച്ഛന്റെ ഒരു ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ടാൽ അറിയാം. അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ ഇത് കഴിഞ്ഞിട്ട് അവന്റെ ഫേസ് വന്നപ്പോ പെട്ടെന്ന് നമ്മളെ അച്ഛനെങ്ങനെ ചെറുതായിട്ടൊരു കുട്ടി. അപ്പൊ എന്തായാലും സൗമ്യ, താങ്ക് യു സോ മച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നമുക്ക് ഒരു അവസരം കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഇവിടെ വന്ന മ്യൂസിക്കൽ വൈഫിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് വലിയ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഇത്രയും വലിയൊരു കോമ്പറ്റീഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. പെട്ടെന്ന് അച്ഛൻ നടന്നു വരുന്നതും ഞങ്ങളുടെ അടുത്തിരിക്കുന്നതും എൻ്റെ മോനെ എടുക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ വല്ലാതെ എനിക്ക് എൻ്റെ
മനസ്സിൻ്റെ വികാരം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത് അത്രയും സന്തോഷമായി എനിക്ക്. അതിലെനിക്ക് ഫ്ലവേഴ്സ് ടിവിയോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയുള്ള ജഡ്ജ്മെന്റ് എന്നൊക്കെ അറിയാനായിട്ട് നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ്. അപ്പോ എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത ആളെ വിളിക്കുകയാണ്. അടുത്ത ആളെ സ്വാഗതം ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ലവാരെ ജിവിടാരേ ലവിടാ ലവാരെ ജിവിടാരേ मन धारो रे जिविडेरो मन धारो रे जिविडे लबारे जिविडारे लविडा കണ്ണോട് കണ്ണിടയും കരിവണ്ടിൻ്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ കണ്ണോട് കണ്ണിടയും പകലാരവേ വെയിൽ ചായവേ മഴ ചാരവേ മയിലാടവേ പകലാരവേ വെയിൽ ചായവേ മഴ ചാരവേ മയിലാടവേ പരിമാൻമിഴി നിന്നുടെ പൂങ്കവിൽ നുള്ളിയതാരാണു പെണ്ണേ കണ്ണോട് 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 നിന്റെ കണ്ണോട് കണ്ണിടയും കണ്ണിടയും ജിന്ന ജിന്ന സിறு பறவை பறக்குது வண்ண 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 கனவில் மிதக்குது எத்தனையும் ஆசை பூக்குது அத்தனையும் காதல் பேசுது தூ மலர் விரியே தோழனவன் அருகே தேன்மொழி மலரே ரதீர நிதி நதியே ഈരാവൊരീരൻ കിനാവ് കണ്ണാടി നോക്കും നിലാവ് രാപ്പാടി താനേ മറന്ന് പാടുമൊളി പറന്ന് ഇതുവഴിയേ ഇനി വരുമോ കളിയാടാനായി ഇടവഴിയിൽ കരിവളകൾ അണിചേരാമോ മധുരങ്ങളാം ചില നോവുകൾ നിറയെ വരും ശലഭങ്ങളാൽ മഴവില്ലിട് നിന്നുടെ ഉള്ളിലെ വേനല തേടുന്നു പെണ്ണേ കണ്ണോട് കണ്ണോട് നിന്റെ കണ്ണോട് കണ്ണിടയും ലട്ടോല ജേ സുന ജാരേ ലട്ടോല ജേ സുന ജാരേ ബലമാ 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 കാമിനി അണി മുകിലേ കാതരമവനരികെ മാർഗഴി മദനകലേ വാർമുടിയിഴ തഴുകേ യാമങ്ങളേറെ കഴിഞ്ഞേ രാവാകെ നാണം മറന്നേ പൂക്കാതെ പൂക്കും മരങ്ങൾ കാതലയിലുലഞ്ഞേ കടലലിയേ കഥ പറയൂ കണിമാപ്പൂവേ കരിയിലകൾ പുറമൊഴിയായി സതിരാടുന്നു മധുചന്ദ്രികെ കൂട ചൂടുമോ തെളിവാനമേ ചിരി തൂകുമോ പലരമ്പുകൾ 50 കൊണ്ടത് തുമ്പകൾ കണ്ടല്ലോ പെണ്ണേ കണ്ണോട് കണ്ണോട് കണ്ണിടയും കരിവണ്ടിൻ്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ മങ്ങളോട് കണ്ണിടയും മനതാരോ രേ ജിവിടേരോ മനതാരോ രേ ജിവിടേ ലബാര് ജിവിടാരേ ലവിടാ സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. കുളിരൊക്കെ കോഴി വെക്കണവിടെ. Goosebumps വന്നു സർ.
ആവേശം കൊണ്ട് ഞാനൊന്ന് അടിച്ചതാണ്, ഇവരോട് ചോദിച്ചില്ല കേട്ടോ. ഇല്ലില്ല. കുഴപ്പമില്ല. ഞാനതൊന്ന് ബസർ പ്രസ് ചെയ്താലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ അടിച്ചത്. ഓക്കെ, എനിക്കൊന്ന് മുഴുവൻ കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു. ബസ്സറടിക്കാൻ ഒരു കഴിവില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഓടി അല്ല, സത്യം പറഞ്ഞാൽ ഈ പാട്ട് തീരുന്നവരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അതെ, ഒരുപാട് നല്ല സംഗതികള് അതൊക്കെ പാടുന്നുണ്ട്. സംഗതിയൊക്കെ നല്ല ഈസി ആയിട്ട് നല്ല രസം. മാത്രമല്ല കറക്റ്റ് ഒരു ഗ്രീഷ്മയുടെ ഒരു പിച്ചിങ്, എനിക്ക് തോന്നുന്നു ഇതാണ് ഗ്രീഷ്മയുടെ അല്ലെ കംഫർട്ട് സോൺ ഇതാണ്. എനിക്കൊരു ഡൗട്ട്, ഈ ശബ്ദം ഇങ്ങനെ ഇതിനു വേണ്ടിട്ട് മിമിക് ചെയ്ത് പാടുന്നതാണോ ഒറിജിനലി? അല്ല സാർ, എന്റെ സൗണ്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ കുറച്ച് വേറെ പാട്ടുകൾ പാടണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എന്താ സാർ, ഒരു മെലഡി എന്തെങ്കിലും പാടാൻ പറ്റുമോ? എന്നുവരും നീ, എന്നുവരും നീ എന്റെ നിലാപ്പന്തലിൽ വെറുതെ, എന്റെ കിനാപ്പന്തലിൽ വെറുതെ കാണാൻ, വെറുതെ ഇരിക്കാൻ, വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ, വെറുതെ വെറുതെ മിണ്ടാ. ഓക്കെ ഗ്രീഷ്മ, ഞാൻ ഇതിന്റെ കൂട്ടത്തില് യു ആർ ഇൻ, അതറിയാലോ. അത് പറഞ്ഞു. പക്ഷെ അതിന്റെ കൂട്ടത്തിലൊരു കാര്യം പറയാനുണ്ട്. ഈ ലോ പിച്ച് ഞാനത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയൊരു പാട്ട് പാടാൻ പറഞ്ഞത്. ഇപ്പൊ പാടിയപ്പോ നല്ല ഒരു ശ്രുതി തരുന്നുണ്ട്, എന്നിട്ട് ആ ശ്രുതിയിലും യു ആർ ഗോയിങ് ലിറ്റിൽ. അപ്പോ ഇന്നായാലും അടുത്ത റൗണ്ടിലൊക്കെ വരുമ്പോൾ ശ്രുതി കാതിൽ കേട്ടിട്ട് വേണം പാടാൻ. നമ്മളങ്ങോട്ട് പാടില്ല, നമ്മുടെ കൂടെ അവര് വരില്ല, ശ്രുതി വരില്ല. അതൊക്കെ ഫിക്സഡ് ആണ്, നമ്മൾ അതിന്റെ കൂടെ പോണം. അപ്പൊ എന്തായാലും ഗ്രീഷ്മ സന്തോഷായോ? സന്തോഷായി, ഹാപ്പിയായി. അപ്പൊ ഒരു സൈഡിൽ ഒരു ഫുൾ ഫാമിലി വന്നിട്ടുണ്ടല്ലോ. ഗ്രീഷ്മയുടെ നമ്പർ, ലക്കി നമ്പർ ചോദിക്കും. അതെ, ലക്കി നമ്പർ ഏതാണ്? 6 ആണ്. 6 ആണ്. എന്തുകൊണ്ടാണ് 6? 5 നും 7 നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാ 6ാം നമ്പർ ചെയർ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനു മുമ്പ് ഒരു പ്രധാന ചടങ്ങുണ്ട്, ഞാൻ പോണായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് അണിയിക്കാൻ ഞാനല്ല യോഗ്യൻ. അവിടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ മാത്രമാണ് കയ്യിൽ മൈക്കായിട്ട് നിൽക്കുന്നത്. അപ്പൊ അച്ഛനെ വിളിക്കാം. മൈക്കുള്ള ആളെ വിളിക്കാം. അച്ഛ കടന്നു വരൂ. മാലയല്ല, മെഡല് മകൾക്ക് അണിഞ്ഞ്. അതെ, ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു തമാശ പറയണെന്ന് പറഞ്ഞു. ആ തമാശ ഒന്ന് കേൾക്കണം. സാറേ, ഒരു തമാശ പറഞ്ഞോട്ടെ. തമാശ മൈക്കുള്ള ആളെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞ പുള്ളിക്കാരി മൈക്കുള്ള ആളെന്ന് പറഞ്ഞ മൈക്കിൾ എന്നാണ്. ശരി, അത് നമുക്ക് ശരി. അപ്പൊ അച്ഛന്റെ കൂടെ ഹസ്ബൻഡും കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷാവുന്നാണ് മകള് പറയുന്നത്. ഹസ്ബൻഡും കൂടി വന്നോളൂ. മ്യൂസിക്കൽ വൈഫിന്റെ ഈ സംഗീത യാത്രയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ 6ാം നമ്പർ അല്ലേ? 6ാം നമ്പർ. അപ്പൊ അവിടെ ആ ചെയർ ഇനി സ്വന്തമാണ്, പോയിരുന്നോളൂ. അവിടെ ഉപവിഷ്ടയാകും, അങ്ങനെ പറയാം. അതെ, കറക്റ്റ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഏറെ സ്നേഹത്തോടെ അടുത്ത കണ്ടസ്റ്റന്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം.
ഹലോ. ഞങ്ങൾ ഇനി വേറെ ഒന്നും പറയുന്നില്ല, ആദ്യം പേര് ഒക്കെ പറഞ്ഞ് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. അതെ, എന്റെ പേര് അർഷിത. അർഷിത. ഓക്കെ, സ്ഥലം? ഞാൻ വരുന്നത് ചാവക്കാട്. ഹസ്ബൻഡിന്റെ വീട് ചാവക്കാടാ. ചാവക്കാട്. ഓക്കെ. സ്വന്തം വീട് തൃശ്ശൂര്. മലപ്പുറം. ഒരു കുഞ്ഞുണ്ട്. ഒരു കുഞ്ഞുണ്ട്. അതാണത്. ഹലോ അർഷിത, ഓ സർ. ഇതൊരു കോമ്പറ്റീഷൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അർഷിത ഇന്നാവത്തില്ല. പക്ഷെ ഇത് സെലക്ഷൻ റൗണ്ടാണ്. യു സാങ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. പക്ഷെ ശബ്ദത്തിന്റെ കുഴപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും. സർ അടുത്ത റൗണ്ട് വരുമ്പോ ഇൻഷാല്ലാ ശരിയാ. താരം ഈ പാട്ട് അതിന്റെ ഒരു ഭംഗി അത് വേറൊരു രീതിയിലിരുന്നു. അത് അർഷിതയുടെ ഒരു സ്റ്റൈൽ. അപ്പൊ അർഷിത ഹാപ്പി ആയോ? ഒരു സ്വർണ്ണ മഴ ഇങ്ങ് പെയ്തു. അതെ, എന്തായിരുന്നു അത് പൊട്ടിയപ്പോഴുള്ള ഒരു ഫീല്? കരയാണോ ചിരിക്കണോ പറ്റാത്തൊരവസ്ഥ. അയ്യോ, കരയാനും തിരിക്കാനൊന്നും ആയിട്ടില്ല. സെലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളിതാ അവിടെ കുറെ കുട്ടികൾ ഇരിക്കുന്നു. നമ്മളിനി അങ്ങോട്ടേക്ക് കടന്നു പോകാൻ പോവാണ്. അവർക്കൊരു കോമ്പറ്റീഷൻ കൊടുക്കണം. അവരുടെ മുഖത്തൊക്കെ ഒരു പുഞ്ചിരി ഉണ്ടെങ്കിലും ഉള്ളിൽ ഒരു എതിരാളി കൂടി ആയി എന്ന തോന്നലാണ് അവരിയ്ക്കുന്നത്. നമ്മൾ വിട്ടുകൊടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ 20 സീറ്റിൽ നിന്ന് അർഷിതയുടെ ഏറ്റവും ലക്കി നമ്പർ സെലക്ട് ചെയ്തോളൂ. 16 സെലക്ട്. 16 അല്ലേ? അതെന്താ 7 ആയിരിക്കും ചിലപ്പോ ലക്കി. അതെ. അയ്യോ അങ്ങനെയല്ല, ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഡേറ്റ് ആവും. ജനിച്ച ഡേറ്റ്, കല്യാണ ഡേറ്റ്, എൻഗേജ്മെന്റ് അല്ല, ഡേറ്റ്. നമ്മള് കല്യാണം കഴിഞ്ഞോണ്ടാണല്ലോ ഇവിടെ വന്നത്. അപ്പൊ ആ ഓർമ്മ വേണമല്ലോ. അടിപൊളി ആൻസർ കേട്ടോ, വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആൻസർ ആയിരുന്നു. അർഷിതയ്ക്ക് പപ്പ ഭയങ്കര സ്പെഷ്യലാണ്. പപ്പയുടെ മുമ്പിൽ നിന്ന് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അല്ലേ? അതെ, പപ്പയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പപ്പ തന്നെ നിന്ന് വളർത്തിയ പോലെയാ. അപ്പൊ അങ്ങനെ പൊത്തി പൊത്തി വളർത്തിയ പോലെയാ ഞങ്ങള് പെൺകുട്ടികളായതുകൊണ്ട്. അപ്പൊ പപ്പയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന പപ്പേന്റെ ആൺകുട്ടിയാണ് ഞാൻ. പക്ഷെ പപ്പ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഒരിക്കലും എനിക്ക് പെർഫോം ചെയ്യാനോ എന്നെ ടിവിയിൽ കാണാനോ ഒന്നും പപ്പയ്ക്ക് ഇതുവരെ പറ്റിയില്ല. അപ്പൊ അത് ഭയങ്കര വിഷമായിരുന്നു. പപ്പയ്ക്ക് ഒരു ഉഗ്ര സമ്മാനമായി. സത്യമായിട്ട് എന്റെ പപ്പ ഒരുപാട് സന്തോഷിക്കുന്നത് കേൾക്കാം. പപ്പ എന്ന് മാത്രമല്ല, പ്രാർത്ഥിച്ചിരിക്കണ ഒരുപാട് പേരുണ്ട്. ഞാന് വളർന്നത്, എന്റെ വളർത്തമ്മ എന്ന് പറഞ്ഞ ഒരു മമ്മിയുണ്ട്. എന്റെ സ്വന്തം മമ്മിയും ആ മമ്മിയും ഭയങ്കര കൂട്ടാ. അവർക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവിടെ എന്റെ മമ്മീനെ കഴിഞ്ഞും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് ആ മമ്മി അവിടെ ഇരിക്കാം. അപ്പൊ മമ്മിയോട് എളുപ്പം വിളിച്ച് പറഞ്ഞോളൂ, എല്ലാവരോടും പറയണം. അപ്പൊ അവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളിതാ മ്യൂസിക്കൽ വൈഫിന്റെ നമ്മുടെ ഈ സംഗീത യാത്രയിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. വെൽക്കം. ജോലിയൊക്കെ മറന്നു. എല്ലാത്തിനും തുടക്കം കുറിച്ച ആളാണല്ലോ അവിടെ ഉള്ളത്. ആള് തന്നെ ഈ മെഡല് നമ്മുടെ അർഷിതയെ അണിയിക്കട്ടെ. വെരി ഗുഡ്. നിഷാക്കിന് എവിടെയാ ജോലി? ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. അബുദാബിയില. എന്താ ജോലി? ജിയോ ടെക്നിക്കൽ സർവേയർ ആണ്. ഈ ചടങ്ങിലോട്ട് കിടക്കട്ടെ. 1 2 3. ആ 16 എന്ന് പറയുന്ന നമ്പർ ചെയർ ഇനി അർഷിതയുടെ സ്വന്തം. ഓക്കെ, അടുത്തൊരു വരാൻ പോകുന്ന വീട്ടമ്മ നമ്മുടെ മ്യൂസിക്കൽ വൈഫിലേക്ക് സെലക്ട് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യണം. നമുക്ക് നല്ലൊരു കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്. താളം സുഹൃത താളം ചഞ്ചല ദ്രുത പദതാളം സുഹൃത താളം സുന്ദരതര ഹരിഗീതം ഹരിതഗീതം മധുരൊരുങ്ങി പ്രിയനുരുങ്ങി മധുര പൊന്നഴ
സുഹൃതതാളം ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം മോളെ വേറൊരു ജോണറിൽ ഏതെങ്കിലും ഒരു മെലഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പാടാമോ? ഒരു പല്ലവി പാടാമോ? കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര മുകളിൽ ജില 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 ജിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും കുടക്കീഴേ മുകളിൽ ജില 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 ജിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും പൊൻകുടക്കീഴേ വരില്ലേ ജീവനമാലേ താരില്ലേ താമരത്താലി തീയാരെ തീയാരെ താരേ കത്തളി കൺകത്തളി ചെങ്കത്തളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്. സന്തോഷായി. ഹാപ്പിയായി ഹാപ്പിയായപ്പോ തന്നെ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കണം തോന്നി. പിന്നെ മീനാക്ഷി ആണോന്നൊന്നും നോക്കിയില്ലേ, മീനാക്ഷിനെ തന്നെ കെട്ടിപ്പിടിച്ചു. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, ഒന്ന് ഇൻട്രൊഡക്ഷൻ. എന്റെ പേര് ദിവ്യ ETK. വ്യത്യസ്തപരമായിട്ടുള്ള ഒരു ഇനീഷ്യലായി പോയി. എല്ലാവരും ചോദിക്കും എന്താണ് ETK എന്ന് ചോദിക്കും. അത് വലിയൊരു പേരാണ്. പറയട്ടെ, ഇടീപ്പോയിൽ താഴെ കുനിയിൽ. ഒരു പറമ്പിന്റെ പേരാണ് ഇടീപ്പോയിൽ താഴെ കുനിയിൽ. അപ്പൊ ഞങ്ങള് മുഴുവൻ വിളിക്കാണ് ദിവ്യ ഇടിപ്പോയി താഴെ കുനിയിൽ. അല്ല, എന്നെ സാധാരണ എല്ലാവരും ETK എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷെ അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ പേര് മാറ്റി ദിവ്യ കിരൺ എന്നാക്കി. അത് മതി, കിരണിൽ നമുക്ക് അവസാനിപ്പിക്കാം. വേണ്ട, വെറൈറ്റി പേരായിട്ടുണ്ട് അല്ലേ? അതെല്ലാം ഓക്കെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് ഇപ്പോ ദിവ്യ ഇന്നായി. ഇത് എന്തുകൊണ്ടാണ് ഇന്നായെന്നും കൂടി പറയാം. ഞങ്ങള് നോക്കുമ്പോ പാട്ട് പാടിയല് അവിടെ ഇവിടെയൊക്കെ ചില ഫോൾട്ട് അറിയാം അല്ലേ, പക്ഷെ എന്നാലും അങ്ങോട്ട് പിടിച്ചു പാടി. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഈ വന്ദേ ഭാരത് വരുന്ന പോലെ ഭയങ്കര സ്പീഡാ. ഇനി കമ്മിങ് ചെയ്യുമ്പോഴത്തേക്കും മേൽ ഹൈ റേഞ്ച് എല്ലാം അതൊന്ന് കുറച്ചുകൂടി ഒന്ന് നന്നാക്കാൻ പ്രാക്ടീസ് ചെയ്യാത്രേ ഉള്ളൂ. യു ഹാവ് എ ടാലന്റ്, യു ഹാവ് മ്യൂസിക് ഉണ്ടെന്ന് അറിയാം.
അപ്പൊ അങ്ങനത്തെ കണ്ടസ്റ്റൻസിനെ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പിടിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ദിവ്യ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്. പിന്നെ വലിയ സന്തോഷം, എന്റെ 2 അമ്മമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതാണ് അവരെ മുന്നിൽ പാടുക, അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും. ഇനിയിപ്പോ എന്തായാലും ഇവിടെ തന്നെ ആണല്ലോ, അവരൊക്കെ പരിചയപ്പെടാം. അമ്മമാര്, അമ്മായി അമ്മയല്ല, 2 അമ്മമാരാണ്. അപ്പൊ അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. ലക്കി ചെയർ തെരഞ്ഞെടുത്തോളൂ. ലക്കി ചെയർ എനിക്ക് 18 എന്റെ ലക്കി നമ്പറാണ്. ഞാൻ സ്റ്റേറ്റിൽ ആദ്യമായിട്ട് പാടുമ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ ആയിരുന്നു. അന്ന് സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു ലൈറ്റ് പീസ്. എന്റെ ഇഷ്ടപ്പെട്ട നമ്പറാണ് 18. എനിക്ക് തോന്നുന്നു മകൻ അവിടെ ഉണ്ട്. അപ്പൊ മകനെ തന്നെ അമ്മയ്ക്ക് ഈ മെഡൽ അണിയിപ്പിച്ച് നമ്മുടെ ഈ ഒരു സംഗീത യാത്രയിലേക്ക് തുടക്കം കുറിക്കാം അല്ലേ? ഓക്കെ, ഓടിവാ. അപ്പോ നമുക്ക് ഈ മെഡൽ അണിയിപ്പിച്ചു കൊടുത്താലോ? Thank you. Congratulations. അടുത്ത കണ്ടസ്റ്റന്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നെക്സ്റ്റ് വീട്ടമ്മ. കണ്ണോരം ചിങ്കാരം, കണ്ണോരം ചിങ്കാരം, ഈ പൂവിൽ വന്നു വണ്ട് മോളവേ, കാതോരം കിന്നാരം, കാതോരം കിന്നാരം, ഈ കാറ്റിലാടും ഈറമോളവേ, ഈ നെഞ്ചിലെ സാവേരികൾ പെയ്തു തോറും ഇന്ദ്രനീലരാവായി, കണ്ണോരം ചിങ്കാരം, കണ്ണോരം ചിങ്കാരം, ഈ പൂവിൽ വന്നു വണ്ട് മോളവേ. കാറ്റിന്റെ കയ്യിൽ വെൺതൂവൽ പോലെ താഴ്വാരമാകെ പറന്നലഞ്ഞു, വർണ്ണങ്ങളേഴും ചാലിച്ച മോഹം ഒന്നായി മാറിൽ അലിഞ്ഞു ചേർന്നു, ഒരു മരുവിൽ തുമ്പിയായി തെളിയുന്നു രോമഹർഷം, ഒരു രാമഴത്തുള്ളിയായി കുളിരുന്നു നിന്റെ സ്നേഹം, അതിനായി ഞാൻ അലയുന്നു പല ജന്മം, കണ്ണോരം ചിങ്കാരം, ഈ പൂവിൽ വന്നു വണ്ട് മോളവേ. സ്വരം തുടങ്ങിയപ്പോ ഭയങ്കര ഇഷ്ടമായോ? സാറ് വേഗം നിർത്തും. അപ്പോഴത്തേക്ക് ചേച്ചി ബസർ അടിച്ചു. പക്ഷേ അതിന്റെ കാര്യം മറന്നുപോയി. സ്വരം കൂടെ കേട്ടിട്ട് അടിച്ചാൽ മതിയായിരുന്നു. കേൾക്കണോ? ഗുഡ് ഗുഡ്, അമേസിംഗ്.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്ത് രസമായിട്ടാണ് എനിക്കും, ഡെഫിനറ്റ്ലി ഇത് ഇങ്ങനെ പാടിപ്പിച്ച് ഇത്രയും ഇതാക്കിയ രാധികയ്ക്കും മുഫീദയ്ക്കും ഡെഫിനറ്റ്ലി ഒരു വലിയ ഉറപ്പായിട്ടും അവര് രണ്ടുപേരും ഭയങ്കര രസമായിട്ട് പാടിയത്. നമുക്ക് ഗ്രൂമേഴ്സിനെ ഗ്രൂമേഴ്സിനെ രണ്ടുപേരെ ഒന്ന് സ്വാഗതം ചെയ്യാം. നമ്മളെ കണ്ടസ്റ്റൻസ് എല്ലാരും വന്നിട്ട് മുഫീദാത്ത, രാധിക ചേച്ചി, മുഫീദാത്ത, രാധിക തന്നെയാണ് പാട്ടില്ല. അവരായിരുന്നു എനിക്ക് അവിടെ ആ ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് വരണം ആ പാടുന്ന മുതൽ രാധിക ചേച്ചി രണ്ടുപേരും എനിക്ക് ഓരോന്നിടാ ഈ ഫീൽ കൊടുക്ക്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് താങ്ക് യു രണ്ടുപേർക്കും, ഒരുപാട് താങ്ക്സ്. രാധിക ഇപ്പോ ഒരുപാട് പഠിപ്പിച്ചു, അവർ പാടിയത് നമ്മൾ കേട്ടു. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അല്ല, ഭയങ്കര സന്തോഷം സാർ. നന്നായിട്ട് പാടി കേൾക്കുമ്പോഴേ നമ്മളെ മനസ്സും നിറഞ്ഞു. അത് മാത്രമല്ല, നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അതേപോലെ ആ ഫീലിങ്സ് അവരൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട് നിങ്ങളുടെ. ഞാൻ മുഫീദയുടെ പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്, അപ്പൊ എനിക്ക് മനസ്സിലാവും ഓരോത് ഇവര് കുട്ടികൾ ഭയങ്കരമായിട്ട് അത് ഒപ്പിയെടുക്കുന്നുണ്ട്. പലയിടത്തും ആ എക്സ്പ്രഷൻ കേട്ടാ അറിയാം. അപ്പോ നമ്മൾ മെഡല് കൊടുത്ത് നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അത് ആദ്യം ചെയ്യാം. അതെ, ആദ്യം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏറ്റവും യോഗ്യത ഇത് അണിയിക്കാനുള്ളത് ഗ്രൂമേഴ്സിന് തന്നെയാണ് യോഗ്യത. അതിനെ അപ്പൊ രണ്ടുപേരും ചേർന്ന് അണിയിച്ചോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ലക്കി നമ്പർ തെരഞ്ഞെടുക്കാനുള്ള സമയമാണ്. ലക്കി നമ്പർ 10. ഇതുവരെ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എന്താണ് ലക്കി നമ്പർ 10 ആവാൻ? അങ്ങനെ ലക്കി നമ്പറിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ എനിക്ക് 10 ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമ്മുടെ ഗ്രൂമേഴ്സിനും രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. ബൈ ദ ബൈ, ശ്രീലക്ഷ്മിയുടെ കൂടെ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ? എന്റെ കൂടെ അച്ഛൻ, അമ്മ, അമ്മായിയമ്മ വന്നിട്ടുണ്ട്, കുഞ്ഞും വന്നിട്ടുണ്ട്. അമ്മായിയമ്മ ആക്ച്വലി ഒരു ഹീറോ ആണ് കേട്ടോ. സത്യം, അത് അമ്മ, അമ്മായിയമ്മ എന്ന് പറയുന്ന എനിക്ക് 2 അമ്മമാര് തന്നെയാണ്. അതിലൊരു വ്യത്യാസവും എനിക്കില്ല. ഇനി അങ്ങനെ അല്ലെങ്കിലും ഇനി മുതൽ അങ്ങനെയായിരിക്കും. അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. കാരണം എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഡെലിവറി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു 2nd 3rd മന്ത് ആയിരുന്ന സമയത്ത് എനിക്ക് കോംപ്ലിക്കേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി, ക്രിട്ടിക്കലായിരുന്നു, നല്ല ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആണ്, അമ്മ വെന്റിലേറ്ററിൽ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന അമ്മയുടെ ഒരു കെയർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് ഈ ഒരു സംഭവം പറ്റി. പക്ഷെ എൻ്റെ അമ്മായിയമ്മ ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ നന്നായിട്ട് നിന്നു. ആ സമയത്ത് എൻ്റെ അമ്മയുടെ കൂടെ നിന്നു. എൻ്റെ കസിൻസ് എല്ലാം എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. സോ ആ അമ്മായിമ്മയ്ക്ക് ഞങ്ങളുടെ വക ഒരു നമസ്കാരം. ലക്കി നമ്പർ 10. സ്വന്തമാണ്. ഓക്കെ, പോയിരുന്നോ. So let's welcome our next contestant onto the stage.
പേരെന്താ മോളെ? എന്താന്ന് പറഞ്ഞു? നന്ദന. നന്ദന. അതുകൊണ്ടാണോ നന്ദനത്തിലെ പാട്ടെടുത്തത്? അല്ല, അമ്മയാണ് പാട്ട് സെലക്ട് ചെയ്ത് തന്നത്. ഓക്കെ. നാട് എവിടെയാ? കോട്ടയം. കോട്ടയത്താണ്. ഓക്കെ. എന്തെങ്കിലും വർക്ക് ഞാൻ ചെയ്യുന്നുണ്ടോ? ഡിഗ്രി സെക്കൻഡ് ഇയർ. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ചെറിയ കുട്ടി. അതിനുള്ളിലെ കല്യാണം കഴിച്ചോ? അപ്പൊ 19 വയസ്സേ ഉള്ളൂ. 18 19. 20 ആവുന്നു. ഓ, ശരി. അപ്പൊ ഇത് ഏത് വയസ്സിൽ കല്യാണം കഴിച്ചു? മെയിലായിരുന്നു കല്യാണം. ഈ മെയില്. ആ ശരി. ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം എന്താണ് വിധി എന്നുള്ളത് അല്ലേ? മോള് നന്നായിട്ട് പാടാനായിട്ടൊക്കെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്, മനസ്സിൽ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇത് പാടുമ്പോൾ ഒരു എന്താ പറയുക, എൻ്റെ ഒരു കുറച്ചെങ്കിലും ആ ഒരു പെർഫെക്ഷനൊക്കെ കുറച്ചും കൂടി വരാനുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ മ്യൂസിക്? ഇല്ല ഇല്ല, മ്യൂസിക് പഠിച്ചിട്ടില്ല. ആ, മ്യൂസിക് പഠിക്കണം. മ്യൂസിക് പഠിച്ച പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാട്ടുകൾ എടുക്കുമ്പോൾ, ഇതൊക്കെ ചിത്ര ചേച്ചി എന്ത് മനോഹരമായിട്ടുള്ള പാട്ടാണല്ലേ. അപ്പോൾ അത് കേട്ടിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി അതിനോടൊരു 50% നമ്മൾ നീതി പുലർത്തണം. അപ്പം അത് മോൾക്ക് വാസനയുണ്ട്, അത് ജന്മനാൽ കിട്ടിയിരിക്കുന്ന വാസനയാണ് സംഗീതം. അത് വിടണ്ട, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടർന്ന് പോകണം. നമ്മളുടെ ഒരു ജഡ്ജ്മെൻറ്റിന് ഞങ്ങളൊരു മീറ്റർ വെച്ചിട്ടുണ്ട്. ആ മീറ്ററിൻ്റെ കുറച്ച് മേലെ പോയാൽ ഞങ്ങൾ ഇങ്ങോട്ട് തൂക്കി മേലേക്ക് കൊണ്ടുവരും. പക്ഷെ ആ മീറ്ററിന് താഴെ വന്നാൽ ഞങ്ങൾക്ക് ഇത് ഇങ്ങോട്ട് കിടക്കില്ല. അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾ മോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഫസ്റ്റ് അനുപല്ലവിയിൽ കുറച്ച് മിസ്സിങ്സ് വന്നപ്പോൾ ശരി, ചരണത്തിലത് മേക്കപ്പ് ചെയ്യും. ചിലപ്പോൾ എല്ലാവർക്കും എപ്പോഴും പാടണമെന്നില്ലല്ലോ, ഇതൊരു കോമ്പറ്റീഷനൊന്നുമല്ല. പക്ഷെ മോളുടെ ആ പാടാനുള്ള ആ ഒരു ഇത് മോൾ കുറച്ചും കൂടി, ഐ തിങ്ക് ദാറ്റ് യു ഹാവ് ടു വർക്ക് ഔട്ട്, കുറച്ചും കൂടി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട്. നല്ല വോയിസ് ആണ്, നല്ല ഹൈ പിച്ച് എല്ലാം കിട്ടുന്നുണ്ട്. ആ കൃഷ്ണാവിളിയൊക്കെ ഹൈ പിച്ച് കിട്ടി. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ കൺട്രോൾ ഇല്ലാണ്ടാണ് ആ ഹൈ പിച്ച്. ഒന്നാമത് അത് പാടാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ചേച്ചി പാടിയിരിക്കുന്നതിന് അസാധ്യമായിട്ടാണ് പാടി വെച്ചിരിക്കുന്നത്. എന്നാലും അത് ലൈവായിട്ട് തിരിച്ച് പാടാന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ എല്ലാവരും പാടിയിരുന്നു. പക്ഷെ ലൈവിൽ ഈ പറയുന്ന പോലെ ഭയങ്കര ചാലഞ്ചാണത്. അതെ, പാട്ട് പാടാനുള്ള കഴിവ് ആ ഹൈ പിച്ച് പാടിയോണ്ട് കിട്ടില്ല കേട്ടോ. അതും ഞാൻ പറയാം. താഴെയുള്ള വൃത്തിയായിട്ട് പാടണം, അതാണ് ബുദ്ധിമുട്ട്. ഹൈ പിച്ച് വെറുതെ ഒരു നോട്ട് ഇങ്ങനെ കൃഷ്ണന്നിങ്ങനെ വിളിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈസിയർ. നമുക്ക് റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും പാടാം. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇതിപ്പോൾ നൗ യു ആർ ടു യങ്. ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് മനസ്സിലാവുമെന്ന് അറിയില്ല മോൾക്ക്. നന്നായിട്ട് വരും മോൾ. അയ്യോ, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നന്ദന തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നന്ദന ദേ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഉണ്ടല്ലോ, നന്ദനക്ക് തോന്നും അതെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളിപ്പോ അവിടെ ഇരുന്ന് പറയുന്നത്. നന്ദന, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ കാര്യം വിടൂ. ഇവര് രണ്ടുപേരും ആരാന്നറിയോ? ഈ ഇൻഡസ്ട്രി കണ്ടതിൽ വെച്ച് ഏറ്റവും എപ്പിറ്റോമിൽ നിൽക്കുന്ന രണ്ടുപേരാ. അല്ല, എന്റെ അവരുടെ മുമ്പിൽ അത് പാടുക, അവരുടെ കയ്യിൽ നിന്നൊരു ഇത് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. എപ്പോഴും അങ്ങനെ നോക്കുക. അപ്പൊ ഇതിൽ നിൽക്കുമ്പോ എന്താ, ഈ ലോകത്തിലുള്ള എല്ലാവരും കാണുന്നില്ലേ? അപ്പൊ അത് ഓരോ വേദിയായിട്ട് എടുക്കുക. അങ്ങനെ നമുക്ക് പാടി വരാൻ പറ്റും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാ വന്നിരിക്കുന്നത്. ഇപ്പൊ വിഷമിക്കട്ട, ഔസേപ്പച്ചൻ സാറിന്റെ വായനാണ് കേൾക്കുന്നത്. ഇനി ഒരൊറ്റ കാര്യം, ഇത് ചിത്ര ചേച്ചി പാടിയത് ശരീരത്തിലും മനസ്സിലും തലമുടിയിൽ പോലും ആ കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ടാണ് പാടുന്നത്. ആ ഭാവം കൊടുത്ത് പാടിയാലേ ഈ പാട്ട് പാട്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്ക് എന്തോ പറയുന്ന പോലെയല്ലേ തോന്നുള്ളൂ. അത് ശ്രദ്ധിക്കട്ടെ. എസ്പെഷ്യലി ഇത് അനന്തനോടും കൂടിയാണ് പറയുന്നത്. ഹി സിങ്സ്, ഹി ഹാസ് ഗോട്ട് എ കപ്പാസിറ്റി. അത് നിങ്ങൾ ഇനിയും ഒരുപാട് പാടാനുള്ള ഇത് കൊടുക്കുക, പ്രോത്സാഹനം കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ സീസണിൽ തോറ്റു പോകുന്നതിനേക്കാൾ അടുത്ത സീസണിൽ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് പോകണം. ഓക്കെ, ദാറ്റ്സ് മൈ വിഷ്. ഗോഡ് ബ്ലെസ് യു. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് കോളേജ് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു വലിയ വേദിയിലെത്തി. ഇനി ഒരുപാട് വേദികൾ താണ്ടാനുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നന്ദന, താങ്ക് യു. ഇനിയും കുറച്ചുകൂടെ കണ്ടസ്റ്റൻസിന്റെ മത്സരം നമുക്ക് മുന്നോട്ടേക്ക് കാണാനുണ്ട്. അപ്പൊ അടുത്ത വീട്ടമ്മയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓവർ ടു ദി നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്.
നമുക്കെന്നാ ആദ്യം പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. ഓക്കെ. ഞാൻ സിന്ദൂര, കണ്ണൂരിൽ നിന്നും വരുന്നു. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വർക്ക് ഞാൻ ഇപ്പൊ PSC കോച്ചിങ് ക്ലാസ്സിന് പോകുന്നു. PSC കോച്ചിങ് ക്ലാസ്. ഓക്കെ. സംഗീതം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പോ ഹസ്ബൻഡും അമ്മയും അച്ഛനും. ഓക്കെ. ഈ കുഞ്ഞിനെയൊക്കെ കാണുമ്പോ ഇതൊക്കെ എത്ര വയസ്സുണ്ട്? 26. അമ്മേ, ഞാൻ 17 വയസ്സോ 18 വയസ്സോ ഉണ്ടോ? ഞങ്ങളൊക്കെ അങ്ങനെയാ ചേച്ചി, ഞങ്ങൾക്കൊന്നും കണ്ട പ്രായം പറയത്തില്ല. എന്റെ പക്ഷെ ഒറിജിനൽ പ്രായം ഞാനോട് പറയൂല. ഇതിനൊന്ന് വായ തുറന്ന പോലെ അപ്പൊ പ്രായം മനസ്സിലാവും. അത് വേറൊരു കഥയും കൂടെ ഉണ്ട്. സിന്ദൂര സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിന്ദൂര നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സോങ്ങില് സിന്ദൂര ചെറിയൊരു പോർഷൻ പാടിയിട്ടുണ്ട്. ഏത് പാട്ടാന്ന് പറഞ്ഞു? ജ്ഞാപകം എന്ന സോങ്ങിന്റെ വർഷങ്ങൾക്ക് ശേഷം ജ്ഞാപകം. ആ ആളാണ് ഈ കശി. അതെ, ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചാലോ നമുക്ക്? ഹസ്ബൻഡ് ഒരു പാവം നല്ല മനുഷ്യൻ ട്ടോ. ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പാട്ടായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? ഇവിടെ നമ്മുടെ ഭാര്യമാര് വന്ന് പാടുമ്പോ അത്ര സപ്പോർട്ടീവായിട്ട് ഭർത്താക്കന്മാർ അവിടെ നിന്ന് താളം പിടിക്കുന്നു. അവര് ചിരിച്ചോണ്ടാണ് അത് എൻജോയ് ചെയ്യുന്നത്. അത് വലിയൊരു കാര്യമാണ്. അതിനാണ് പേരെന്താ മോനെ? പേര് ജിഷ്ണു. എന്ത് ചെയ്യണു? മാരുതി സുസുക്കിയിൽ വർക്ക് ചെയ്യുന്നു, കണ്ണൂര്. നിങ്ങൾ പ്രേമ വിവാഹമാണോ? അതെ. അപ്പൊ ഞാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ പാടിയ പാട്ട് ഞാൻ പറയട്ടെ. മോളുടെ പേര് സിന്ദൂരല്ലേ? സിന്ദൂര തിലകവുമായി അതല്ലേ പാടിയത്? ജിഷ്ണു പാടി കൊടുത്തതല്ലേ? അല്ല, പാടിയിട്ടില്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞു. സിന്ദൂര പൂവയാണെങ്കിലോ ചേച്ചി? സിന്ദൂര പാടിക്കോളൂ. സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ ഇല്ലിன்று காற்றே என் மன்னன் எங்கே என் மன்னன் எங்கே நீ என்று சொல்வாய் സിന്ദൂരപ്പൂവേ. അല്ല ജിഷ്ണു, ഇതേപോലെ ഏതെങ്കിലും പാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, പാട്ട് പാടാനല്ല, സിന്ദൂരം തൊടിയിപ്പിക്കാനായിരുന്നു ഇഷ്ടം അല്ലേ? ചേച്ചി കണ്ടെടുത്ത് ഇതാണോ ഇമ്പ്രൂവ്മെന്റ്? എങ്ങനെയാണ് നിങ്ങൾ പ്രണയിച്ചത്? അത് എനിക്ക് എന്റെ നാട്ടിൽ അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം മനസ്സിലായി. അവിടെ ഏട്ടൻ ചെണ്ട കൊട്ടലാണ് പരിപാടി. അപ്പൊ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ എന്റെ പാട്ടേട്ടൻ കേട്ടു. അപ്പൊ അന്ന് എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇഷ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എസ് പറഞ്ഞോന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ചേട്ടനെ കണ്ടില്ലേ അതിനു മുമ്പ്? ചേട്ടനെ കണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഏട്ടനും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ സ്ഥിരമായിട്ട് പരിപാടിക്ക് പോകുന്നതായിരുന്നു. അപ്പൊ പാട്ട് കേൾക്കുന്നു, ചെണ്ട കൊട്ടുന്നു അല്ലേ? ഓക്കെ, വളരെ സന്തോഷം കേട്ടോ നിങ്ങളെ കണ്ടത്. സിന്ദൂര മോള് നന്നായിട്ട് പാട്ട് പാടാൻ പറ്റുന്നൊരു കുട്ടിയാണ്. പക്ഷെ അത് പറ്റുന്നില്ല ശരിക്കും ഇവിടെ. കാരണം യു ആർ ടു മച്ച് ടെൻസ്ഡ്. ഇത് വെറും ഒരു സൈക്കോളജിക്കൽ തോന്നലാണ്. നമ്മൾ ആരെ പേടിക്കണം പാട്ട് പാടുമ്പോൾ? നമ്മൾ പാട്ട് പാടുന്ന പാട്ടിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഉള്ളവർ ആരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആ നേരത്തെ ഒരു സ്റ്റേജ് ഫിയർ, ടെൻഷൻ, ഇതൊക്കെ നമുക്ക് ഗ്രാജുവലി നമ്മൾ മനസ്സുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ ദാറ്റ് യു ക്യാൻ സിങ് വെരി വെൽ. അപ്പോൾ ജിഷ്ണു ശ്രദ്ധിക്കേണ്ടത് ഹൗ ടു ഗിവ് ഹെർ റിലാക്സേഷൻ ടെക്നിക്. അത് ചിലപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുന്ന കാര്യത്തിലായിരിക്കും, മോട്ടിവേഷനിലായിരിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഷീ വിൽ കം അപ്പ് വെരി വെൽ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. സാറ് പറഞ്ഞ അതേ ഒരു അഭിപ്രായമാണ് നമുക്കും. മെയിൻ ആയിട്ട് നമുക്ക് എത്ര നന്നായിട്ട് പാടുന്ന ആൾക്കാരാണേലും ഈ ഭയം എന്നുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ പലതും തൊണ്ടയിൽ അങ്ങനെ തിക്കി നിൽക്കും. ഒരു നന്നായിട്ടൊരു സംഗതി എടുക്കാൻ പറ്റില്ല, ശ്രുതി പോകും, ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല, എല്ലാം സ്റ്റക്കായി പോകും. അപ്പം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല ആ ഒരു യോഗ എക്സസൈസ് ഇതെല്ലാം ചെയ്ത് നല്ലോണം ബ്രീത്തൊക്കെ എടുത്ത് അങ്ങനത്തെ എക്സസൈസ് ഒക്കെ ചെയ്ത് ഭയം കുറേ പോകും. ഈ സായന്തനം എന്നുള്ള ഈ പാട്ടല്ലേ, എന്തൊരു മനോഹരമായിട്ടുള്ള രവിയുടെ ഒരു പാട്ടല്ലേ അത്. അതിന് സായന്തനം ഇങ്ങനെ പേടിച്ച പോലെയാ പാടുന്നത്. അങ്ങനെ പാടുമ്പോൾ സംഗതികൾ വരില്ല. ഒന്ന് സന്തോഷമായിട്ടൊന്ന് വെറുതെ ഒരു ലൈൻ ഒന്ന് മൂളി നോക്കി. ഇത് ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട. സായന്തനം ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പ്ലസന്റ് ആയിട്ട്
ലാ 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 ലാ. ഈ ഒരു മൂഡില് സായന്തരം ചന്ദ്രിക ലോലമായി നാലമ്പലം നലമെഴും സ്വർഗമായി. ഓക്കെ, ഇപ്പൊ മച്ച് ബെറ്റർ അല്ലേ? ഷീ സാങ് മച്ച് ബെറ്റർ. ഇപ്പൊ ഇത്രയും ഒരു 2 മിനിറ്റ് കൊണ്ട് യു ഹാവ് ഇംപ്രൂവ്ഡ്. പ്രാക്ടീസ് ചെയ്യൂ, യു ഡു പ്രാക്ടീസ്, യു ക്യാൻ അച്ചീവ്. എന്റെ അടുത്ത് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു. ജിഷ്ണു എന്താ ഇടയ്ക്കായിട്ട് വന്നിട്ടുണ്ടോ? ഇവരുടെ ഒരു കോമ്പോസിഷൻ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത ഒരു കോമ്പോസിഷൻ ഉണ്ട്. പെട്ടെന്ന് പാടി കേൾപ്പിക്കാൻ പറ്റുമോ? പറ്റും. പാടോ? ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം അല്ലേ? മുരളി മോഹന കൃഷ്ണ ഹരേ മുരളി മാധവ കൃഷ്ണ ഹരേ മുരളി മോഹന കൃഷ്ണ ഹരേ മുരളി മാധവ കൃഷ്ണ ഹരേ മുരളി മോഹന കൃഷ്ണ ഹരേ. ഓക്കെ, നൈസ് 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 നൈസ്. അപ്പൊ ഇനി നമുക്ക് റിസൾട്ടിലേക്ക് കടക്കാം അല്ലേ? സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ ഇത് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ശബ്ദം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കോൺഫിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പാടുമ്പോൾ നല്ലോണം ശബ്ദം വരുന്നുണ്ട്. അപ്പൊ ആ കോൺഫിഡൻസ് കമേഴ്ഷ്യൽ സോങ്സ് പാടുമ്പോഴും വേണം. അപ്പൊ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം വന്ന് പാടുക. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. സാരമില്ല, നമുക്കിത് പാട്ട് മോശമാണെന്നല്ല പറഞ്ഞത്, കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പാടാനാ പറഞ്ഞത് കേട്ടോ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടാൻ കഴിവുള്ള കുട്ടിയാണ്, പക്ഷെ ടെൻഷൻ കാരണം പാടുന്നില്ല എന്ന ഒരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ടെക്നിക്. ഇതൊക്കെ കുറച്ച് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഇതിപ്പോൾ അവിടെ ഇരിക്കുന്ന മ്യൂസിഷ്യൻസിന് വരെ ഉണ്ടാവും. കൂടെ ഇരുന്ന് വായിക്കുമ്പോൾ എല്ലാവർക്കും ഈസിയായിട്ട് വായിക്കാം. പെട്ടെന്ന് തന്നെ വായിക്കണം എന്ന് പറയുമ്പോൾ ഒന്ന് നെർവസ് ആവും. ഈ നെർവസ്നെസ് വരുമ്പോഴാണ് ഇവിടുത്തെ ഈ മസിൽസൊക്കെ സ്റ്റക്കാവുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ ആ പെർഫോം ചെയ്തതാണല്ലോ നമ്മളിപ്പോൾ, അതിന് വിലയിരുത്തിയിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. മോളിത് പാടി, അത് കുറച്ച് റിലാക്സ്ഡ് ആണ്. യു സാങ് ഇറ്റ് ബിക്കോസ് അത് കൂടെ ഒരാൾ വായിക്കുന്നുണ്ട്. ആ ആളെ മനസ്സിൽ ധ്യാനിച്ച് പാടിക്കോ. സോ നെക്സ്റ്റ് ടൈം യു കം ആൻഡ് ഞങ്ങളെ ഞെട്ടിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി വെരി ബെസ്റ്റ്. വരുമോ? തിരിച്ചു വരുമോ? ഫുൾ സ്ട്രെങ്ത്തിൽ വരുമോ? വരണം. വാശിയാണ് വേണ്ടത്. താങ്ക് യു സോ മച്ച് സിന്ദൂര. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം സാർ പറഞ്ഞ പോലെ ഞെട്ടിക്കാൻ വേണ്ടി വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച് വിഷ്ണു. ഓക്കെ. ഏറെ സ്നേഹത്തോടെ അടുത്ത കണ്ടസ്റ്റന്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ചലനം ആളുമേ ഓ മാഗ്നിയിൽ എൻ ജന്മമേ നീ ഹം
തക്ക തിന്നതാ തക്ക തിന്നതാ തക്ക തിന്നതാ കിണ്ണത്തോ 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 മനസ്സിന്റെ നിർവേദ മുഖരാഗമേ അറിയാതെ നീ മാറി ഗാന്ധാരമാ സരി സഗ സഗ സരി സബഗമ ഗമന സരി സഗ സഗ സരി സബഗമ ഗമന സനിദ നിദമ ഗമദ സനി ഗന്ധർവ രാജപൂജിതം നാട്യമണ്ഡപം നീ നിജ ജന്മങ്ങൾ പാടിയാടുന്നു നീതിയാകുന്നു മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന താമസ ഇരുളി വിവിടെ ഇടറവേ മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന താമസ ഇരുളി വിവിടെ ഇടറവേ അംഗോപാംഗം സ്വരമുഖരം മോളെ കുറിച്ച് പറയുമോന്ന്? മാം, എൻ്റെ പേര് വിദ്യാ സ്വരാജ്. ആ. അതാണ് എൻ്റെ പേര്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. നല്ല സെലക്ഷൻ ഓഫ് സോങ്. താങ്ക് യു മാം. ഞങ്ങൾ എന്തുകൊണ്ടത് പകുതിയിൽ നിർത്തിയെന്നറിയോ? ഇല്ല. ഇപ്പൊ തന്നെ ഒരു 4-5 പാട്ട് പാടുന്ന ഘനം പാടിയലുണ്ടായിരുന്നു. താങ്ക് യു സർ. അപ്പോൾ ഫർദർ കേൾക്കേണ്ട കാര്യമില്ല. വീട്ടിലാരൊക്കെയുണ്ട് അത് ചോദിച്ചില്ല. വീട്ടില് ഞങ്ങളിപ്പം ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഞാനും മാത്രം. പിന്നെ ബേബി ഉണ്ടോ? കുഞ്ഞുങ്ങളുണ്ടോ? രണ്ടുപേരുണ്ട്. ഓക്കേ. അത് എന്താണ്, ഡയറ്റ് ആണോ? എങ്ങനെയാ വണ്ണം കുറഞ്ഞിരിക്കുന്നത്? എന്ത് കഴിച്ചാലും ഞാൻ ഇങ്ങനെ തന്നെ വണ്ണം വെക്കില്ല. അതുകൊണ്ടാ അങ്ങനെ പറ, അല്ലാതെ വെറുതെ എല്ലാരും എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മനസ്സിലാവും ബിന്നി ചേച്ചി. ഞാനൊക്കെ ഇങ്ങനെ ഫുഡ് കണ്ടാ വണ്ണം വെക്കും. ചേച്ചിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞു. കണ്ടില്ല, കണ്ടുപിടിക്കുക. എത്ര കുട്ടികളാണ്? രണ്ടുപേരാണ്. ഓക്കേ, എത്ര വയസ്സായി? ഒരാൾക്ക് മൂത്തയാൾക്ക് 8 വയസ്സ്, ഇളയാൾക്ക് 1.5 വയസ്സ്. പറയൂ. സത്യം. എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനൊരു ഗായകനാണ്. അതെ. അച്ഛന്റെ പാട്ട് കേൾക്കണം. അതെ, കേൾക്കണം തീർച്ചയായിട്ടും. ഏതാ ലക്കി നമ്പർ? ഇനിയിപ്പോ സീറ്റ് അതെ, തിരഞ്ഞെടുക്കാൻ ലക്കി നമ്പർ ഏതാണ്? നമ്പർ 4 ആണ്. 4 ആണ്. അല്ല, അതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. മെഡൽ എടുത്തോണ്ട് വരൂ. മെഡൽ എടുത്തോണ്ട് ആ. വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇത് ആരാന്നാ? ചെറുപ്പത്തിലേ തൊട്ട് പാട്ടുകാരിയാ. വെറുതെ ആണോ? ഏത് പാട്ടാ പാടിയത് പറഞ്ഞു കൊടുക്ക്. കുക്കുറു കുക്കുറുക്കൻ വെള്ളി നക്ഷത്രത്തില്. ഒരു പ്ലേ ബാക്ക് സിംഗറിനെയാണ് ഇവിടെ ഇത്ര നേരം ഇട്ടത്. നമ്മള് എന്റെ ചൈൽഡ്ഹുഡ് ഓസം ആക്കിയത് ആ പാട്ടായിരുന്നു. ചൈൽഡ്ഹുഡ് ഓസം ആക്കിയത്. അല്ല, ഇപ്പോഴത്തെ ശബ്ദത്തിൽ എങ്ങനെയുണ്ടെന്ന് അറിയാനാ. അച്ഛനും കൊച്ചനും കൊച്ചനും എത്തിയും അതേ ഒച്ച. അതേ ഒച്ച. അടുത്ത ലൈൻ. കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കാറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൊതിച്ച് നാക്കില് വെള്ളം കൊതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കാറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൊതിച്ച് നാക്കില് വെള്ളം കൊതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. എല്ലാ ദിവസവും കുക്കുരി കുക്കു. അച്ഛനെ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡൊക്കെ കിടക്കല്ലേ, നമുക്ക് അച്ഛനെയും ചേട്ടനെ ഹസ്ബൻഡിനെ ഒക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കുക്കുരിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛന്റെ പാട്ട് പാടിപ്പിക്കുമോ എന്ന് ഇത്രയും റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേരും പാട്ട് അച്ഛനെ കേൾക്കണം അല്ലേ? അച്ഛനെ ഒന്ന് വിളിക്കാം. അച്ഛനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ അച്ഛന്റെ 2 പാട്ടും അല്ലേ? നമസ്കാരം, എന്റെ പേര് വിശ്വംഭരൻ എന്നാണ്. വിശ്വംഭരൻ. അപ്പൊ അങ്കിള് നന്നായിട്ട് പാട്ട് പാടും എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടി 2 വരി പാടാൻ പറ്റുമോ? ശരി.
ആരേ ആരേ. ഞങ്ങളൊരു പൂ ചോദിച്ചു, ഒരു പൂ വസന്തമേ തന്നു, ഒരു പൂന്തോട്ടമേ തന്നു. ഞാൻ മോളോട് ചോദിക്കാം, മോള് ഈ ശബ്ദം കേട്ട് ഈ പാടുന്നത് കേട്ടിട്ട് എന്തെങ്കിലും തോന്നിയിരുന്നോ? ആരോ പാടുന്ന പോലെ ഉണ്ടെന്ന് തോന്നിയിരുന്നോ? ആർക്കൊക്കെ തോന്നിയത്? എനിക്ക് തോന്നി. തോന്നിയില്ലേ? തോന്നി. ഞാൻ സാറിനെ അപ്പൊ നോക്കി പാടി തുടങ്ങിയപ്പോഴും ഞാൻ സാർ നോക്കിയായിരുന്നു. വേറെ ഒന്നുമില്ല, ഡിറ്റോ ഇതിന്റെ കമ്പോസർ രവിയേട്ടൻ പാടുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു. ഡിറ്റോ. പിന്നെ ഈ കുട്ടി ആ കൊച്ചു ആ പാട്ട് പാടിയില്ല, അത്ഭുതം. ഓക്കെ മൊത്തം കുത്തിയ കുമ്പളം മുളക്കില്ല സാർ. ഓക്കെ 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 ഓക്കെ. ശരി, അപ്പൊ എന്തായാലും ലക്കി നമ്പർ 4 ആണ് നമ്മൾ സീറ്റായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും സീറ്റിലോട്ട് പൊക്കോളൂ. വെൽക്കം ടു മ്യൂസിക്കൽ വൈഫ്. കൺഗ്രാറ്റുലേഷൻസ് അച്ഛാ. താങ്ക് യു സോ Thank you, മച്ച്. അച്ഛാ. Thank you. അപ്പൊ ഇനി നമ്മൾ അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് കടക്കുകയാണ്. വൈബ് ആക്കാനായിട്ട് അടുത്ത വീട്ടമ്മയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്
മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ നെഞ്ചിൽ ചേർത്ത അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകളെ ഓസം ഓസം. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ് രമേശ് നാരായൺ സാറിന്റെ. അപ്പൊ അതുകൊണ്ട് അത് പാട്ട് മുഴുവൻ കേൾക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ബസർ ഞാൻ തന്നത് ശിവപ്രിയക്ക് മാത്രമല്ല ദി എൻറ്റയർ ഓർക്കസ്ട്ര. ഓർക്കസ്ട്ര ആൾസോ ഹാസ് എ വെൽ ഡൺ വെൽ ഡൺ. പല ഏരിയകളിലും നമുക്കൊരു ഒരു ഫിലാർമണിക് ഓർക്കസ്ട്രയുടെ ഒരു ഫീല് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു സോ മച്ച് സാർ അത് എന്ത് മണിയാ ഒന്നോട് പറഞ്ഞു? ഫിൽ ഹാർമോണിയം. ഹാർമോണിയം. ഇത് എന്താണ് ഈ പാട്ട് സെലക്ട് ചെയ്യാൻ ഉള്ള കാരണം? എല്ലാവരും ഇവിടെ ഉള്ള ഒട്ടുമിക്ക വീട്ടമ്മമാരും അമ്മമാരാണല്ലോ. ഇപ്പം നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ യുഗത്തിൽ ഒരുപാട് അനാഥ കുട്ടികൾ നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. നമ്മളിപ്പം വരുന്ന വഴിക്കാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ കുട്ടികൾ നടക്കുന്ന നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അമ്മ എന്നുള്ളത് ഞാനൊരു 2 വയസ്സായ കുഞ്ഞിൻ്റെ അമ്മയാണ്, പിന്നെ ഒരു 8 വയസ്സായ മോളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പാലൂട്ടി വളർത്തുന്ന ഒരു കൊച്ചിനെ പോലെ ഒരു കുട്ടി വഴിയരികിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു വിഷമം ഉണ്ടാവുമല്ലോ. പണ്ട് മുതൽ ഈ പാട്ട് കേൾക്കുന്ന അന്ന് ഞാൻ അമ്മയല്ല, പക്ഷെ അന്ന് മുതൽ ആ മാതൃത്വത്തിന് മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സോങ് അല്ലേ. അപ്പം ഇത് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് വലിച്ചെറിയാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റരുത്. ഒരു ജീവനാണത്. അപ്പോൾ അവരിങ്ങനെ നടു റോഡിലും എല്ലായിടത്തും വലിച്ചെറിയുന്ന ഒരു കളിപ്പാട്ടം പോലെ ആയി പോകരുത് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഈ പാട്ടെടുക്കാൻ കാരണം. അല്ല, പാട്ടെടുക്കാൻ മാത്രല്ല, ഇങ്ങനെ ഏത് പാട്ടെടുക്കുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ആ പാട്ടിൽ പറയുന്നത് അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയാൽ ഇതേപോലെ പാടാൻ പറ്റും എല്ലാവർക്കും. യു സാങ് ഇറ്റ് ഫ്രം യുവർ ഹാർട്ട്. ഇവിടെ നിന്നാണത് വരുന്നത്. ദാറ്റ് ഐ കുഡ് ഫീൽ. ഇറ്റ് വാസ് എക്സലന്റ്, എക്സ്പ്രസീവ്. ഇപ്പൊ ഒരുപക്ഷെ ഒറിജിനൽ പാട്ട് നല്ല പാട്ട് പാടിയിട്ടുണ്ട്, മഞ്ജരി പാടിയത് അല്ലേ, അതൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ വെൻ യു സാങ് ഇറ്റ് ഹാസ് ഗോട്ട് എ ഡിഫറെന്റ്, വേറൊരു ഫീലാണ് വന്നത്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇതേമാതിരി ഹൃദയം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പാട്ട് മാത്രമൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും ഇതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എക്സ്പ്രസ് ചെയ്താൽ ഇതേപോലെ അമിട്ട് വരിയും അല്ലേ, ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് നടക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. നന്നായിട്ട് പാടിട്ടോ. നല്ല എന്ന് വെച്ചാൽ ശിവപ്രിയയുടെ ഇന്ന് എനിക്ക് കിട്ടിയതെല്ലാം ഒരു ഡിഫറെന്റ് ഫീലിംഗ്. ഔസഫ് സാർ പറഞ്ഞ പോലെ വേറൊരു വെർഷൻ ഓഫ് മുകിലിൻ മകളെയാണ് ഞാൻ കേട്ടത്. ദാറ്റ് വാസ് ആൻ എക്സലന്റ്. നമുക്ക് അത് ഇനി ഒന്നും കൂടി പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, രഞ്ജിനിക്ക് അറിയാം വെസ്റ്റേൺ സിംഗേഴ്സ് ഒക്കെ ഉള്ളു, ഇംഗ്ലീഷ് സിംഗേഴ്സ്. അവർ നമ്മളുടെ ഒരു പാട്ട് പഠിച്ച് നന്നായിട്ട് നമ്മുടെ സംഗീതം പഠിച്ച് പാടിയാൽ, പക്ഷെ അവരുടേതായിട്ടുള്ള നുവാൻസസ് അതിലുണ്ട്. അങ്ങനെ ഒരു നുവാൻസസ് ഇതിനെ ഭംഗിയാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. യുവർ ഇമോഷൻസ് കെയിം ഔട്ട് ഇൻ എ ബെറ്റർ വേ. താങ്ക് യു സർ. ഹസ്ബൻഡ് വളരെ പ്രൗഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ബസർ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശിവപ്രിയയുടെ മുഖത്തിലുള്ള സന്തോഷത്തിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന്റെ മുഖത്താണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? വിനായകൻ. വിനായകൻ. എല്ലാ വിഘ്നങ്ങളും മാറ്റി. എന്റെ മോന്റെ പേര് വിനായക്.
ശിവപ്രിയ ഒരു ഡോക്ടറാണ് അല്ലേ? ആയുർവേദ ഡോക്ടറാണ്. Okay. ഓ അത് ശരി. അപ്പൊ കുറച്ച് നമുക്ക് ടിപ്സ് ഒക്കെ വേണം ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ. ടിപ്സ് ഒക്കെ ചോദിക്കാം. എന്റെ അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അനിയന്റെ മോള് എല്ലാരും ആയുർവേദ ഡോക്ടർ ആണോ? ഞാൻ ആയുർവേദ പേഷ്യന്റുമാണ്. ഫാമിലി മൊത്തം. ഓക്കെ, ചടങ്ങിലേക്ക് കിടക്കാം. എന്തായാലും സെലക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു ലക്കി നമ്പർ തെരഞ്ഞെടുത്തോളൂ. 7. ഓക്കെ. 7 ആണ് തെരഞ്ഞെടുത്തിരിക്കുന്ന ലക്കി നമ്പർ. റീസൺ ഉണ്ടോ? ഒരു കാര്യം കൂടി പറയാനാ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓർക്കസ്ട്രയുടെ കൂടെ പാടുന്നത്. ശരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രാക്ടീസിന്റെ ടൈമിൽ പാടിയതാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു ഇങ്ങനെ കാണുന്നത്. അത്രയും സന്തോഷം എനിക്കില്ല. വേറെ എനിക്ക് ഇന്നാവണം ഒന്നും അത്ര എനിക്ക് ഇവരുടെ ഒന്ന് പാടണം എന്ന് അത്ര ആഗ്രഹമില്ല. നമുക്ക് ഇത്രയും ലെജൻഡ്സ് ആയിട്ടുള്ള ഓർക്കസ്ട്ര ആൾക്കാരുടെ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അവരുടെ കൂടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു. അത് നമ്മുടെ പ്രൈസ് ആണ് ഇവിടുത്തെ. ചിലപ്പോ ആഗ്രഹം അത്രയും പ്യോർ ആയിട്ടുള്ള ഒരു ആഗ്രഹവും പ്യോർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആ പാട്ടിലുണ്ട്. അതാണ് ഇന്ന് എനിക്ക് ആ ബസർ അടിക്കാൻ തോന്നിയത് അത്രയും പെട്ടെന്ന്. അപ്പൊ വിനായക് അങ്ങോട്ട് ചെന്നോളൂ മാലയിടാൻ. അതെ. റെഡി. ഓക്കെ. അപ്പൊ വെൽക്കം ടു മ്യൂസിക്കൽ വൈബ്. ഇതല്ലേ വൈബ്? അതെ. അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ ഒട്ടും സമയം കളയാത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതേ ചൂടോടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അടുത്ത വീട്ടമ്മ. വെൽക്കം.
ശേഷം പിന്നെ ചേച്ചി ബസ്സിലടിക്കുമ്പോ ഔസേപ്പച്ചൻ സാർ ഞെട്ടിത്തെറിച്ചു. ഞാൻ മാറിയിരിക്കും. എനിക്ക് അവിടെ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇവിടെ കഥന പൊട്ടിക്കുകയാണ്. എവിടെ പോയേക്കായിരുന്നു? ഞാൻ ദേ ഇത് എടുക്കാൻ ഞാൻ വല്ലതും പറയും. സ്റ്റേജിന് പുറകിൽ ഇവിടുന്ന് ഓടി വന്നൊക്കെ ഞാൻ അവിടെ ഇത്ര നേരം നിൽക്കാ. ചേട്ടൻ ഇങ്ങോട്ട് പോയി മെഡൽ എടുക്കാൻ വേണ്ടി പോയതാ. മെഡൽ അവരിവിടെ ഈ പരിസരത്തില്ലായിരുന്നു. അവരവിടെ ബസ്സറടിച്ച് ഇതിൽ അവൻ ഓടിപ്പോയി. അല്ല, നമുക്ക് പേരും വിശേഷമൊക്കെ ഒന്ന് ആദ്യം ചോദിക്കാം അല്ലെ? എന്തായാലും ഇന്നായി നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞു. വേറെ ഒന്ന് മാറിക്കോട്ടെ. വേറെ ഒന്നും മാറിക്കോട്ടെ. ഓക്കെ, ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം നമുക്ക്. പൊട്ടിയത് കേട്ടിട്ട് വിറക്കാണ്. അതെല്ലാരും ഒന്ന് പേടിച്ചു. സാറിന് ഞാനിവിടുന്ന് എഴുന്നേക്കപ്പോഴേ പേടി. പറഞ്ഞാ മതി, ഞാൻ പൊട്ടിച്ചോളാം. ശരി, പേര് പറയൂ. പേര് ഇപ്പൊ വേറെ ഒക്കെ ഒന്നും മാറിയില്ലേ? ഇനി പേര് പറഞ്ഞോളൂ. എന്റെ പേര് അജന്യ. അജന്യ. ഓ, അതൊരു ഡിഫറെന്റ് പേരാട്ടോ. പേരാണ്. ഇതുവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. എവിടുന്ന് കിട്ടി ഈ പേര്? ഈ മോളെ സത്യം പറഞ്ഞ ആ വഴിന്ന് കളഞ്ഞു കിട്ടിയത്. ചേച്ചി അങ്ങനെയല്ല, ഇത് ജന്യരാഗം അല്ലാത്തതാണ് അജന്യ. അവിടുന്ന് പോയി. അപ്പൊ സംഗീതം എത്ര നാളായി അഭ്യസിക്കുന്നു? പഠിക്കുന്നുണ്ടോ? ചെറുപ്പം മുതലേ ഒരു ഓർമ്മവച്ച കാലം മുതലേ പഠിക്കുന്നുണ്ട്. നന്നായി പാടിട്ടോ. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് ഞാനിങ്ങനെ ഒരു റിയാലിറ്റി ഷോന്റെ ഒരു ഭാഗമാകുന്നത് ആദ്യമായിട്ടാണ്. എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നത്. ഞാൻ ഫുൾ മൈൻഡ് കട്ടായിട്ടാണ്. നിങ്ങൾ ആരൊക്കെ മുന്നിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും പാടുന്ന നേരത്തല്ലേ കട്ടായുള്ളൂ, ഇപ്പൊ വന്നില്ലേ തിരിച്ച്? മൊത്തത്തിൽ കട്ടായിട്ടിരിക്കുകയാണ്. നമ്മൾ കണ്ണൊക്കെ ഉള്ളു വലിഞ്ഞു നിക്കില്ലേ, ആ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോ. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു സംഭവം. കണ്ണുള്ളി പോണതോ? ഒരു റിയാലിറ്റി ഷോന്റെ ഭാഗമാവുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അതിന്റെ എല്ലാ ഒരു ഇതുകൊണ്ട്. പക്ഷെ നന്നായിട്ട് പാടി, അതുകൊണ്ടാണ് ഞങ്ങള് കഥന പൊട്ടിച്ചത് എന്റെ മുമ്പിൽ. ഈ ടെൻഷൻ കാരണം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു പാടാൻ പറ്റിയത് കുറച്ച് വഴുതിയമാര് തോന്നിയിരുന്നോ? ജനനി മിസ്സായി. ആ സംഗതി അത്രയും വരണം. ജനനി അപ്പൊ കണ്ട ടെൻഷൻ മാറിയപ്പോ അത് വന്നു. ഇതാണ് ഈ ടെൻഷന്റെ കുഴപ്പം. ഇത് എന്തിനപ്പ പറയണെന്ന് വെച്ചാൽ ഇനി ഒരുപാട് റൗണ്ടുകൾ പോകാനുള്ളതാണ്. അപ്പൊ ഈ ടെൻഷൻ ഇതോടെ അങ്ങോട്ട് വിടുക. ഇന്ന് അവൻ കൊള്ളൂല, അവനെ അടിച്ച് വെളിയിലാക്കുക. ഏതാണ് ഫേവറേറ്റ് നമ്പർ അല്ലെങ്കിൽ ലക്കി നമ്പർ എന്നൊന്ന് അറിഞ്ഞാ കൊള്ളാം. 11 എടുക്കാം. 11 എടുക്കാം അല്ലെ? എന്താണ് 11ന്റെ റീസൺ? എന്റെ മോള് ജനിച്ച ദിവസമാണ്. മോള് ജനിച്ച ദിവസമാണ്. എന്റെ ഭർത്താവ് എന്റെ മോളാണ് എന്റെ ഭാഗ്യം. ഭർത്താവ് അങ്ങോട്ട് ചെന്നാട്ടെ. വരൂ വരൂ. എന്താണ് ഹസ്ബൻഡിന്റെ പേരെന്താണ്? സനൽ. സനൽ. സനൽ ചേട്ടാ നമസ്കാരം. എന്ത് ചെയ്യുന്നു സനൽ? സിവിൽ പോലീസ് ഓഫീസറാണ്. ചേച്ചി ശ്രദ്ധിച്ചോ? ഞങ്ങള് ചുമ്മാ കളിയാക്കിയത് കേട്ടോ. ഇടയ്ക്ക് ടെൻഷനൊക്കെ ആവാം, കുഴപ്പമില്ല. അത് പറഞ്ഞിട്ട് അടികൊള്ളണ്ട. പിന്നെ എന്തൊക്കെയെന്ന് പറഞ്ഞാലും അടുത്ത റൗണ്ടിലാവുമ്പോഴും ചിലപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ആവാം. ആദ്യത്തെ റൗണ്ടൊക്കെ അല്ല, അജന്യ നന്നായിട്ട് പാടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അതെ, ആണോ? ഓക്കെ സാർ. ഡേനത് കൊടുക്കണ എന്ത് വിനയമാണെന്ന് നോക്കിയേ. ഇത്രയും നേരം കാണാത്ത വിനയം. അപ്പൊ എന്തായാലും അജന്യ 11 ആണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള നമ്പർ. അപ്പോ അതാണ് നമ്മുടെ ലക്കി സീറ്റ്. അപ്പൊ വെൽക്കം ടു മ്യൂസിക്കൽ വൈഫ്. താങ്ക് യു. അപ്പൊ 11ാം നമ്പർ സീറ്റ് അജന്യയെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഓടിപ്പോയി ആ സീറ്റിൽ ഇരുന്നോളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തായാലും ചൂടോടെ അടുത്ത കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് വീട്ടമ്മ. Over to the next contestant. ദ്വാരകി ദ്വാരകി ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാന ഗോപുരമേ, സ്വരമണ്ഡപം തേടി വരുന്നു
എനിക്ക് പണ്ട് ബലൂണ് എനിക്ക് പേടിയാ ഞാനിവിടെ ഇരിക്കണേ. ഓ ബലൂൺ പേടിയുള്ള കുട്ടികൾ നേരത്തെ അറിയിക്കണ്ടേ? ഇത് ബലൂൺ പൊട്ടിയതിന്റെ പേടിയാണോ സെലക്ഷൻ കിട്ടിയതിന്റെ സന്തോഷമാണോ? പൊട്ടുന്നതും പേടിയാണ്. ഞാൻ അത് ലേച്ചങ്ങട് ഓക്കെ അടുത്ത പാടാന്ന് ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പേര് പറഞ്ഞ് എല്ലാവർക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. എന്റെ പേര് അഞ്ജു. ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ്, തൃപ്പൂണിത്തറ കാനറ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, എന്റെ കൂടെ എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അദ്ദേഹം പാട്ടുകാരനാണ്. അപ്പൊ നമുക്ക് ഹസ്ബൻഡിന്റെയും കൂടെ ഒരു പാട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒക്കെ ഒന്ന് കേട്ടാലോ? ഹസ്ബൻഡിന്റെ പേരെന്താണ്? ഭാഗ്യരാജ്. ഏതാ പാടുന്നേ? ഒരു പുഷ്പം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഭാഗ്യേട്ടൻ എപ്പോഴും സ്റ്റേജിൽ പാടുമ്പോഴൊക്കെ ഞാനത് ആസ്വദിച്ചിരുന്നു. നല്ല രസമുണ്ടല്ലേ? ഭാഗ്യേട്ടനാണ് ഭാഗ്യേട്ടൻ വീണത് ശരിക്കും. ഭാഗ്യേട്ടൻ ഞാൻ ഭാഗ്യേട്ടാന്ന് വിളിച്ചപ്പോ ഒരാളെങ്കിലും എന്നെ റെസ്പെക്ട് ചെയ്തല്ലോ. ഓ അങ്ങനെ വീണോ? അസലായിട്ട് പാടിട്ടോ അഞ്ജു. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ മ്യൂസിക്കൽ വൈഫ് തൽക്കാലം മാറ്റി മ്യൂസിക്കൽ കപ്പിൾ ആയിട്ട് നമുക്ക് രണ്ടുപേരുടെയും ഇത്രയും നല്ല പാട്ടുകാരെ കിട്ടുമ്പോ ഒരു ഗാനം മാത്രമൻ, ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒടുവിൽ എത്തുമ്പോ ചെവിയിൽ മൂടാൻ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ എത്തുമ്പോ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒടുവിൽ എത്തുമ്പോ ചെവിയിൽ മൂടാൻ. അതെ. സോ ഈ വേദി മുഖേന നമുക്ക് ഇത്രയും ടാലൻസിനെ പരിചയപ്പെടാൻ കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്. കപ്പിൾ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻസിനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അഞ്ജുവിന്റെ ലക്കി നമ്പർ ഏതാണെന്നാണ് അറിയേണ്ടത്. ഏത് സീറ്റിലാണ്, ഏത് കസേരയാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ സീസൺ മുഴുവൻ ഇരിക്കാൻ വേണ്ടിട്ട്? 12. ഓക്കെ അഞ്ജു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു സാർ. അഞ്ജു നല്ല പാട്ടുകാരിയാണ്. അഞ്ജു നന്നായിട്ട് പാടി. പക്ഷെ അഞ്ജു കുറച്ചും കൂടി റിലാക്സ്ഡ് ആവണം. റിലാക്സ്ഡ് ആയാൽ യു ക്യാൻ സിംഗ് മച്ച് ബെറ്റർ ദാൻ ദിസ്. ഓക്കെ സർ. മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചലനം, വിപ്ലവമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇനി എല്ലാ വീടുകളിലും സംഗീതത്തിനെ കുറിച്ചായിരിക്കും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി അവർ സംസാരിക്കുക. കാരണം അതിന് ഇത്രമാത്രം ശക്തി ഉണ്ടെന്ന് അവരും മനസ്സിലാക്കും. ഇതിനെക്കുറിച്ച് ഒരു ടെൻഷൻ ആവേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, ഫർദർ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഭാഗ്യേട്ടനെ കൊണ്ട് അഞ്ജുവിനതാ ഈ ഒരു മെഡൽ അണിയിച്ച് നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ഈ സംഗീത യാത്രയിലേക്ക് അഞ്ജുവിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ വെൽക്കം അഞ്ജു, വെൽക്കം ടു മ്യൂസിക്കൽ വൈഫ്. ഓൾ ദി ബെസ്റ്റ്.